പോകുന്നത് തൃശൂർ ജില്ലയിലേക്കാണ് കേട്ടോ. തൃശൂരിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാമെന്ന് തോന്നുന്നു. പക്ഷേ ജില്ല പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ നോക്കൂ, കഴിഞ്ഞ തവണ 13-ൽ 12 LDF നേടിയതാണ്. അപ്പോൾ അവിടെ ആകെ ചാലക്കുടി മാത്രമായിരുന്നു UDF ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ മാധു? യെസ്, നമുക്ക് തൃശ്ശൂരിനെ നോക്കാം. കാരണം തൃശ്ശൂരിന് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് മുന്നണികളെല്ലാം തന്നെ നോക്കുന്നത്. കാരണം ഒരു പ്രവചിക്കാൻ കഴിയാത്ത ഒരു ട്രെൻഡ് തൃശ്ശൂരിലുണ്ട് എന്നൊരു പ്രതീക്ഷയാണ് മുന്നണികളെ നയിക്കുന്നത്. നമുക്ക് ഓരോ മണ്ഡലങ്ങളായി പരിശോധിക്കാം. അല്ല, തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഏക സീറ്റ് തൃശ്ശൂരിൽ നിന്നാണ്. മാത്രമല്ല ഇതിനകം വലിയ വിവാദങ്ങളും ഉണ്ടായിരിക്കും. സംബന്ധിച്ചിടത്തോളം ഭരണത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ തൃശ്ശൂർ പിടിച്ചേ കഴിയുള്ളൂ. അതെ, നമുക്ക് ആ സ്ഥാനാർത്ഥികളെ നോക്കാം. 3 സ്ഥാനാർത്ഥികൾ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് LDFന്റെ സ്ഥാനാർത്ഥി. UDFന്റെ സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ. NDAയുടെ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിവാദങ്ങളും ഉണ്ടായി കഴിഞ്ഞു. വോട്ടിന് കിറ്റ തുടങ്ങിയ വിവാദങ്ങളും ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ ആർക്കാണ് ജയസാധ്യത എന്ന് നമുക്ക് നോക്കാം. തൃശൂരിൽ ഇപ്പോൾ ഏറ്റവും വിവാദങ്ങൾ കൂടി വന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ജയസാധ്യത പരിശോധിക്കുമ്പോൾ അതാ UDFനാണ്. അപ്പോൾ രാജൻ ജെ പല്ലന് സാധ്യത എന്ന് ഉദ്വേഗജനകമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ തവണ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാളയത്തിലെങ്കിൽ ഇത്തവണ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഈ വോട്ടുകൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, പേഴ്സണൽ വോട്ടുകൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും എന്നതാണ് പ്രധാനം. നോക്കൂ, കഴിഞ്ഞ തവണത്തെ 946 വോട്ട് ഈടെ അത്രയേ ഉള്ളൂ, ചെറിയ വ്യത്യാസമാണ്. സുരേഷ് ഗോപി ഉണ്ടാക്കിയ ഇമ്പാക്ട് ഒന്നും അസംബ്ലിയിലേക്ക് വരുമ്പോഴില്ല. നമുക്ക് അല്ല, അവിടെ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കുന്ന സമയത്ത് പറഞ്ഞത് ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്രാവശ്യം ആർക്കെതിരെ പോൾ ചെയ്യപ്പെടുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സുരേഷ് ഗോപി ആദ്യം പറഞ്ഞ കാര്യം എനിക്ക് കിട്ടിയ വോട്ട് എന്നാണല്ലോ. അതെ. മാത്രമല്ല രാഷ്ട്രീയ വോട്ടല്ല എന്നുള്ളതാണ് CPM-ഉം കോൺഗ്രസും എല്ലാം ഉന്നയിക്കുന്നത്. ശരിയാണ്. ആ ട്രെൻഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ മാറിയിരുന്നു കേട്ടോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഏതാണ്ട് 8638 വോട്ടിന്റെ ലീഡുണ്ട്. നല്ല ലീഡുണ്ട് എന്നുള്ളതാണ്. മുരളി മന്ദിരം ഇരിക്കുന്ന ഇടത്തു കൂടിയാണ് പത്മജ വേണുഗോപാൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് താമരയുടെ അകമ്പടിയോട് കൂടി ഇറങ്ങുന്നത്. അവിടെയാണെങ്കിൽ കരുണാകരന്റെ മക്കൾ ആരും ഇതുവരെ ജയിച്ചിട്ടില്ല. മാത്രമല്ല പറഞ്ഞ കാര്യം, കരുണാകരൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ BJPയിലേക്ക് വരുമായിരുന്നു എന്ന് കൂടി മക്കൾ പറയുന്നത്.